4 മണിയോടെ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. ടാക്സിക്കാരെല്ലാം കൂട്ടത്തോടെ വിളിക്കുന്നുണ്ടെങ്കിലും ബസ്സിന് പോകാമെന്ന ഒരൊറ്റ ഉദ്ദേശം ഉള്ളതുകൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ഒരു 100 കിലോമീറ്റർ കൂടെയുണ്ട് നേപ്പാൾ ബോർഡറായ സുനോലിയിലേക്ക്. കൂടെയുള്ളത് ലഡു. പേര് കേട്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി. ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ടതാണ് ലഡുബായിയെ. 149 രൂപയാണ് ഗോരഖ്പൂരിൽ നിന്ന് സുനോലിയിലേക്കുള്ള ബസ് ടിക്കറ്റ്. ഏകദേശം 9 മണിയോടെ ബോർഡറിലെത്തി. അവിടെ ഒരുപാട് മലയാളി യാത്രക്കാരെ കാണാൻ പറ്റി. ഇതാണ് നേപ്പാളിലേക്കുള്ള കവാടം. ഇത് ഇന്ത്യയുടേതും. അങ്ങനെ നടന്നുകൊണ്ട് തന്നെ നേപ്പാൾ ബോർഡർ കടന്നു. നേപ്പാളിൽ എത്തിയതും ആദ്യം ചെയ്തത് എൻസെല്ലിന്റെ സിം എടുക്കലാണ്. നല്ല നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ടാണ് ഈ സിം എടുത്തത്. രാത്രി തന്നെ റൂം എടുത്തു. നാട്ടിലെ 900 രൂപയാണ് റൂമിന്റെ റെന്റ്. രാത്രിയിലെ ഭക്ഷണം താഴത്തെ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് തീരുമാനിച്ചു. നല്ല അടിപൊളി നേപ്പാളി താളി കഴിച്ചു. ഇതാണ് ഈ ഹോട്ടലിന്റെ ഓണർ. അദ്ദേഹം നേപ്പാളി ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു. ഇവിടെയെല്ലാം ഇന്ത്യൻ രൂപ എടുക്കുമെങ്കിലും കൈവശമുണ്ടായിരുന്ന ഇന്ത്യൻ രൂപ നേപ്പാളി രൂപയാക്കി മാറ്റിയിരുന്നു. നമ്മുടെ 100 രൂപയ്ക്ക് ഏകദേശം 160 നേപ്പാളി രൂപയാണ് വരുന്നത്. ഭക്ഷണവും കഴിച്ച് റൂമിലേക്ക് പോയി. ബാക്കി യാത്രാവിശേഷങ്ങൾ നാളെ.